നമ്മുടെ NN പിള്ള, തോപ്പിൽ ബാസി, KT മുഹമ്മദ് തുല്യമായിട്ടുള്ള ലോക നാടകവേദിയുടെ പ്രവർത്തകരായിട്ടുള്ള ഷേക്സ്പിയർ, ഇബ്സൻ, ബെർണാഡ് ഷാ. ഇതിലെ ബെർണാഡ് ഷായുടെ കൃതികൾ പോലെ തന്നെ നമുക്ക് അതിലേറെ മികച്ച കൃതികളാണ് ഇബ്സന്റെ കൃതികൾ. ഇബ്സന്റെ കൃതികൾ വായിക്കാൻ ഡാനോ ഭാഷ പഠിച്ച് തൻ്റെ ഭാഷയിലേക്ക്, തൻ്റെ മാതൃഭാഷയിലേക്ക് ഈ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത അനേകം മഹാപണ്ഡിതന്മാർ ഈ ലോകത്ത് വിവിധ പ്രാദേശിക ഭാഷയിൽ ജീവിച്ചു. ഇബ്സൻ വളരെ കുറച്ച്, നോർവീജിയൻ ഭാഷ വളരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ത്രില്ല് എൻജോയ് ചെയ്യാൻ, ആ ത്രില്ല് സ്വന്തമാക്കാൻ, ആ ത്രില്ല് സ്വാംശീകരിക്കാനായിട്ട് ഈ ഭാഷ തേടി പിടിച്ച് വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ ഇബ്സനെ പോലെയുള്ള തനിയെ നിൽക്കുന്നവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കരുത്തൻ എന്ന മഹത്തായ വാചകം പറഞ്ഞ ആളാണ് ഇബ്സൻ. തനിയെ നിൽക്കുന്നവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കരുത്തൻ എന്ന് മഹത്തായ വാചകം പറഞ്ഞ ഇബ്സനെ പഠിക്കാൻ അത്തരത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ലോകത്തുണ്ട്. അതേപോലെ ഇബ്സനെക്കാളും കൂടുതലോ പഠിക്കാൻ ലോകത്തിലുള്ള 10-800 കോടി ജനങ്ങളും മലയാളം പഠിച്ച് ശ്രീനാരായണ സന്ദേശങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇബ്സനെക്കാളും വലിയ സന്ദേശം ഈ ലോകത്തിന് നൽകിയ മഹാനായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ വാചകം ലോകത്തിന് നൽകിയ മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ സാംസ്കാരിക സ്ഥാപനത്തിന്റെ മുന്നിൽ വന്ന് ഒരു മുഖ്യ പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഇതിന്റെ സംഘാടകരോട് ഹൃദയത്തിൽ തൊട്ടി, മനസ്സിൽ തട്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ അധ്യക്ഷൻ എൻ്റെ സഹോദര തുല്യനായ ശ്രീ വിശ്വനാഥൻ, കഴിഞ്ഞ 26 വർഷമായിട്ട് എൻ്റെ ആത്മമിത്രം, അടുത്ത ദിവസം പോലും കേരള പ്രകടനത്തിന് നിർബന്ധിപ്പിച്ച് സാംസ്കാരിക സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം എന്നെ കൊണ്ട് ചെയ്യിച്ച മറ്റൊരു സഹോദര തുല്യനായ ശ്രീ അജിത് കണ്ണൂർ, അതോടൊപ്പം വളരെ ആദരവുള്ള ഈ സംഘടനയുടെ പ്രിയപ്പെട്ട ചെയർമാൻ സുശീലൻ, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് വയനാട് ചന്ദ്രവർമ്മയുമായിട്ട് അദ്ദേഹത്തെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഞാനും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. സജീവൻ്റെ വീട്ടിലടക്കം പോയിട്ട് ഞാൻ കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. ശ്രീ സുരേഷ് വളരെ അടുത്ത ആത്മമിത്രമാണ്, വർഷങ്ങളായിട്ടുള്ള ആത്മമിത്രം. സെയ്ദ് ഹനീഫ്, ഇവിടെ ഇരിക്കുന്ന സുരേഷ് കർണാടകം തുടങ്ങിയിട്ടുള്ള വലിയ ഒരുപാട് പേര് എൻ്റെ ആത്മമിത്രങ്ങൾ, ഒരുപാട് പേര് പറയുന്നത്. അങ്ങനെ വളരെ ആത്മബന്ധമുള്ള ഒരുപാട് മനുഷ്യരുടെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതൊരു സ്വന്തം വേദി പോലെ, സ്വന്തം കുടുംബത്തിൽ വന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം പോലെ ആണ് എൻ്റെ മനസ്സിലേക്ക് ഈ വിഷയം, അനിലിനെ പോലുള്ള ആളുകൾ ഒക്കെ ഇവിടെയുള്ളപ്പോൾ എനിക്ക് സ്വന്തം ആളുകളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതി ഇവിടെ സംജാതമാകുന്നു. ഒരു ചിന്തകൻ പറഞ്ഞുള്ളത്, ദിവസം 24 മണിക്കൂറും
ആഴ്ചയിൽ 7 ദിവസവും നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് തലച്ചോറ് എന്നുള്ളത്. പക്ഷേ പ്രസംഗവേദിയിൽ കയറിയാൽ അത് സഡൻലി പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് അതിൻ്റെ പ്രവർത്തനം നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകാം. അത് സംഭവിക്കാതിരിക്കാനുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇവിടെ സംഘാടകർ സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംരംഭം 2003 ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യ വിഭാഗത്തിന്റെ പ്രസംഗ കളരിയുടെ കൺവീനറായിട്ട് ശ്രീ വിശ്വനാഥനെ പോലെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 വർഷം മുമ്പുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നുണ്ട്. അന്ന് ഇത്തരത്തിൽ പാഠ്യ പദ്ധതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ പ്രസംഗിക്കാം, എങ്ങനെ നന്നായി പ്രസംഗിക്കാം, എങ്ങനെ നല്ല ആശയവിനിമയം നടത്താം എന്നുള്ള ഓർമ്മകൾ ആളുകളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള, ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആ ഓർമ്മകൾ ചിത്രം പോലെ, പുഷ്പം പോലെ എന്റെ മനസ്സിലേക്ക് ഈ അവസരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായ ഈ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പ്രസംഗവേദിയിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, നിങ്ങൾ വളരെ വിഷമത്തോടെ, ദുഃഖത്തോടെ ഈ വേദിയിൽ വെച്ച് പതറുകയും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാതെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എഡിസന്റെ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ പഠനശാലയിൽ, പരീക്ഷണശാലയിൽ, ഈ പരീക്ഷണശാലയിൽ അദ്ദേഹം നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ നോട്ട്സും അദ്ദേഹത്തിന്റെ പകുതി പൂർത്തീകരിച്ച പരീക്ഷണങ്ങളുടെ ഒക്കെ ഒരു ദിവസം അത് മൊത്തം കത്തി നശിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം ഉണ്ടായിക്കൊണ്ട് എഡിസനെ കണ്ടുവന്ന് അനുതാപപൂർവ്വം എഡിസനെ കാണാൻ ശ്രമിക്കുകയും എഡിസനോട് വളരെ ദുഃഖത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള സുഹൃത്തുക്കളോട് ചിരിച്ചുകൊണ്ട് എഡിസൺ പറഞ്ഞ മഹത്തായ വാചകം എന്നാൽ, എന്റെ എത്രയോ വിഡിത്തങ്ങള് കത്തി നശിച്ചു പോയി, തീർച്ചയായിട്ടും ഇനി എനിക്ക് പുതിയതായിട്ട് നല്ല മനോഹരമായ ഒന്നിൽ നിന്ന്, ശക്തമായ അല്ലെങ്കിൽ 100-ൽ നിന്ന് തുടങ്ങാമല്ലോ എന്നാണ്. അതായിരിക്കണം നിങ്ങളുടെ ഇന്നലകളിലുള്ള പ്രസംഗങ്ങളുടെ ദുഃഖകരമായിട്ടുള്ള ഓർമ്മകള് നമ്മൾ ഇന്നലെ ഈ നിമിഷവും, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പ്രസംഗ കളരിയിൽ വന്ന് യോജിച്ച് അതിന്റെ കൂടെ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്നുവോ അന്ന് തൊട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പുതിയ ഒരു പ്രസംഗകനാകുകയും പുതിയ ഒരു ആശയവിനിമയം നടത്താനുള്ള കഴിവ് നമ്മളിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള വായനയുടെയും ആശയത്തിന്റെയും ചർച്ചയുടെയും നിരന്തരമായിട്ടുള്ള പരിശീലനത്തിന്റെയും ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ 1,00,000 മനുഷ്യരുള്ള കൂട്ടത്തിൽ ലക്ഷണമൊത്തവർ 1-2 എന്ന് കുഞ്ഞതമ്പ്യാർ പാടിയതുപോലെ ആ ലക്ഷണമൊത്ത ഒരാളിലേക്ക് നാം മാറുകയും നാം ലോകത്തോട് നമ്മുടെ ആശയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന നാം എന്ന ഞാൻ എന്ന വലിയ ബോധം, അത് ഞാൻ എന്ന അഹന്തയുടെ ബോധമല്ല, ഞാൻ ആത്യന്തികമായി ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളതിന് സിഗ്നേച്ചർ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഒരനുഭവത്തെ ആണ് നാം അതിലൂടെ സ്വായത്തമാക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ വിഷമിക്കുന്നതും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലകളുടെ തമ്പുരാക്കന്മാരെ, ഇന്നലകളുടെ ചിന്തകന്മാരെ, ഇന്നലകളുടെ സാംസ്കാരിക നായകന്മാരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മഹാനായ ഗാന്ധിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെ കുറിച്ച് നാം എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, താൻ വളരെയധികം ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ വളരെ അധികം ഉൾവലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു താനെന്നും, തനിക്ക് ഒരു സമൂഹത്തെ ഇടപെടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നും, എവിടെയും ഓടി ഒളിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഗാന്ധിയാണ് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10 ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ
മാറ്റിമറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ, ലോകത്തിലെ ഇന്ന് വരെ ജീവിച്ച മനുഷ്യരിലെ ഏറ്റവും മഹാനായ മനുഷ്യനാരെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്ന പേരാകുന്ന മഹാത്മാ ഗാന്ധിയായി മാറിയത് ഇതേ ഗാന്ധി തന്നെയാണ് എന്ന് നമുക്കറിയുമ്പോൾ നാം ഓരോരുത്തരും നെഞ്ചിൽ തട്ടി നമുക്ക് പറയാൻ പറ്റും, ഗാന്ധി എന്ന മനുഷ്യന്, അതായത് വളരെ ഉൾവലിഞ്ഞ മനുഷ്യന് ഒരു വലിയ പ്രസംഗകനായി മാറാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും രാജീവനും അജിത്തിനും വിശ്വനാഥനും മിസ്റ്റർ കിലറിനും ഒക്കെ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കിലറിനെ പോലെ ഒരാൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് അതിന്റെ പരിമിതികൾ പറഞ്ഞു തരുമ്പോൾ സൂക്ഷ്മതയോടുകൂടി നാം അതിനെ സ്വാംശീകരിക്കുമ്പോൾ, സൂക്ഷ്മതയോടുകൂടി നാം അതിനെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. വിവേകാനന്ദനെ പോലെ, അതുപോലെ നെഹ്റുവിനെ പോലെ, നെഹ്റുവിന്റെ ഉദാഹരണം ഇത് സമാനമാണ്. നെഹ്റു എന്ന മനുഷ്യൻ ട്രിനിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഇംഗ്ലണ്ടിലെ ട്രിനിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഡിബേറ്റ് ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു. ഓരോ തവണയും ഇന്ത്യയെ ഭരിച്ച, ഇന്ത്യയെ ഏറ്റവും ദിശാബോധത്തോടുകൂടി നയിച്ച, പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാക്കിയ, ഇന്ത്യക്ക് ലോകത്തിന്റെ മാതൃക, ലോകത്തിലെ നമുക്ക് വേണ്ട NIT-കളും എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാക്കി ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെ മഹത്തായ സിഗ്നേച്ചറോടുകൂടി പരീക്ഷിക്കപ്പെട്ട ആ മഹാനായ ഗാന്ധിയനായ ആ നെഹ്റു, വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയ സോഷ്യലിസ്റ്റായ നെഹ്റു ആ ട്രിനിറ്റി കോളേജിൽ അദ്ദേഹത്തിന് ഈ ഡിബേറ്റ് സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ഡിബേറ്റ് സംഘത്തിൽ പങ്കെടുക്കാത്തതിന് വേണ്ടി പെനാൽറ്റി കൊടുക്കുകയും, ഭയന്നോടിയതിന് പേരിൽ പെനാൽറ്റി കൊടുക്കുകയും ചെയ്ത നെഹ്റുവാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള പ്രസംഗം നടത്തിക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ യശസ് ആദ്യം ഉയർത്തി കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത്. ഇന്ത്യ 1947 മഹാത്മാഗാന്ധിയെ 48-ലെ ആ ദ്വാരത്ന സംഭവത്തിന്റെ അവസാനം അദ്ദേഹം നമ്മോട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ വെളിച്ചമണഞ്ഞു എന്നായിരുന്നു. ആ വെളിച്ചമണഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ആ വെളിച്ചമണഞ്ഞത് കൊണ്ട് നാം ആകെ മൂടിക്കെട്ടി നമ്മുടെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഏറ്റവും ദുഃഖത്തോടുകൂടി മാറി നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് ഇന്ന് തൊട്ട് നമുക്ക് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാം എന്നാണ് പറഞ്ഞത്. അതെ, ഇന്ന് തൊട്ട് നാം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുമ്പോഴേ, ഇന്ന് തൊട്ട് നാം ഊർജ്ജസ്വലയോടെ മുന്നോട്ട് പോകുമ്പോഴേ ഇന്നത്തെ ഇന്ത്യയിലേക്ക് എത്തപ്പെടാൻ കാരണമാകൂ എന്നുള്ള ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ലോകത്തോട് ആ മഹത്തായ ആശയം വിളിച്ചു പറയുകയും, ഒരു ജനതയെ പരസ്പരം തമ്മിലടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയെ, പരസ്പരം ദേഷ്യത്തോടും വിദ്വേഷത്തോടും നോക്കുന്ന ഒരു ജനതയെ അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് തന്നെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുപോകുന്ന തലത്തിലേക്ക് സംസാരിപ്പിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ രാഷ്ട്രീയവുമായി താരം ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണമല്ല ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത്. പ്രസംഗ കലയുമായി ബന്ധപ്പെട്ട് നെഹ്റു മുന്നോട്ട് വെച്ച ആശയത്തിലേക്കാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രസംഗം എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് നാം നോക്കുമ്പോൾ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നാം പറയുമ്പോൾ, ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നാം പറയുമ്പോൾ, നാം പറയുന്ന കാര്യങ്ങളിലെ സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ടതായി മാറേണ്ടിയിരിക്കുന്നു. സൂക്ഷ്മതയ്ക്ക് പ്രധാനമായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് പ്രസംഗത്തിന്റെ സൂക്ഷ്മത എന്ന് പറയുന്നത്, നമ്മൾ കടമെടുക്കുന്ന വാക്കുകൾക്ക് 7% മാത്രമാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ്. നമ്മൾ കടമെടുക്കുന്ന വാക്കുകൾക്ക്, നാം സംശീകരിക്കുന്ന വാക്കുകൾക്ക്, നാം മുന്നോട്ട് വെക്കുന്ന വാക്കുകൾക്ക് 7% മാത്രമാകുമ്പോൾ ആ വാക്കുകൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതുള്ളതിന് 38% പണ്ഡിതന്മാരുടെ മതമാണ്, പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. 38% നമ്മുടെ ആംഗ്യഭാഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജിന് കൃത്യമായിട്ട് 55%-ഓളം പ്രാധാന്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒരു ദിവസം ഒരു സിനിമയെ കുറിച്ചോ, ഒരു പുസ്തകത്തെ കുറിച്ചോ, ഒരു കറിയെ കുറിച്ചോ, അലക്കുന്നതിനെ കുറിച്ചോ, കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നിങ്ങൾ തന്നെ കേൾക്കുക. അപ്പൊ നെഞ്ചത്തടിച്ച് തന്നെ അയ്യോ ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മൂടുന്നുണ്ടാവും,
നമ്മൾ ഒരുപാട് മുക്കുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യെസ് ഓക്കെ അങ്ങനെയുള്ള വാക്കുകൾ നിർബന്ധമായിട്ടും തുടങ്ങിയിട്ടുള്ള ആക്ഷനുകൾ നിർബന്ധമായിട്ടും വരുന്നില്ല. അതിൽ നിന്നൊക്കെ പുറത്തു വരണമെങ്കിൽ, അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ വാക്കുകൾക്കും, നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ, സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ വാചകങ്ങൾക്ക് അതില് തീർച്ചയായിട്ടും അതിലുള്ള ഗ്രാമർ കൃത്യമായിട്ട് കടന്നു വരണമെങ്കിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ, വാക്യങ്ങളും വാചകങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന തലത്തിലേക്ക് നമ്മളിലേക്ക് നമ്മുടെ പ്രസംഗകലയെ സൂക്ഷ്മതയോടുകൂടി കടന്നു വരേണ്ടത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രസംഗങ്ങൾ വെക്കാം. നിങ്ങളിപ്പോൾ ഞാൻ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കടന്നു വന്നിട്ട് കൈയൊക്കെ തന്നിട്ട് പറയാം, നല്ല പ്രസംഗമായിരുന്നു, അറിയാം മോശം പ്രസംഗമായിരുന്നു എനിക്കറിയാം, എങ്കിൽ പോലും നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രസംഗം തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും എന്നോട് വന്ന് സംസാരിക്കുന്നതിലൂടെ, എന്നോടല്ല ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രസംഗങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ, എന്റെ പ്രസംഗങ്ങളായിട്ട് പ്രസംഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതടക്കം തീർച്ചയായിട്ടും അദ്ദേഹം മുൻകൂടെ വന്നുകൊണ്ട് സംസാരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കിലറോടോ അല്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലോ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ പറയേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസംഗം വളരെ നന്നായിരുന്നു, നിങ്ങൾ നല്ല പ്രസംഗകനാണല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയുന്നതിന്റെ 50% മാത്രമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാർത്ഥം. 50% ഉണ്ട് എങ്കിൽ ആ 50% ആത്മാർത്ഥതയോട് നിങ്ങൾ മുന്നോട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സമൂഹത്തെ അഡ്രസ് ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഉണ്ടാകുന്നത്. പറ്റുമെങ്കിൽ വേറെ ഒന്നും വേണ്ട, വെറുതെ ഇവിടെ വരക്ക് വന്നു നിൽക്കുക. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇത്രയും ആളുകൾ നോക്കും. ഏറ്റവും പറകിൽ ഇരിക്കുന്ന സജീവന്റെ ഭാര്യ മുതൽ ഇവിടെ ഇരിക്കുന്ന വരെയുള്ള ആളുകളെ ഞാൻ കൃത്യമായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഓരോരാളുടെയും കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗമാണുള്ളത്. ഒന്ന് ഇവിടെ, ഒന്ന് രണ്ട് കണ്ണിന്റെ രണ്ട് സൈഡും മൂക്കും ചേർന്നുള്ള ഭാഗം, പിന്നെ ഇവിടെ. ആവുന്നത്രയും ഇവിടെയോ ഇവിടെ നോക്കാൻ സംസാരിക്കാതിരിക്കുക. അതൊരു വിളിച്ചോട്ടമാണ്. ആവുന്നത്രയും ഇവിടെ നോക്കി സംസാരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു കുറച്ച് ഡീസൻസി കുറവുള്ള കാര്യമാണ്. ഇവിടെയും അതുപോലെ തന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു തലം ഉണ്ടാകുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് തീർച്ചയായിട്ടും സെയ്ദിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കണ്ണുകളിലേക്ക് നോക്കി, മനസ്സിലേക്ക് നോക്കി, ഹൃദയത്തിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സംസാരത്തിന് വലിയ അർത്ഥമുണ്ടാകുകയും ആ അർത്ഥം ഒരു ലോകത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ ലോകത്തിലേക്ക് പറയുമ്പോൾ മാർക്ക് ആന്റണിയെ, ജൂലിയസ് സീസറിനെ വേണ്ടി മാർക്ക് ആന്റണി പ്രസംഗിച്ചതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് വേണ്ടി അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഇത് നിങ്ങൾക്കുള്ള ഒസ്യത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയുകയും ജൂലിയസ് സീസറിനെ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൂട്ടസിനെ കൃത്യമായിട്ട് ബ്രൂട്ടസിന്റെ അങ്ങേറ്റത്തെ ക്രൂരത തന്റെ സുഹൃത്തിനെ ഒറ്റിയ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് ആ ആശയങ്ങൾ, അതായത് ഇല്ലാത്ത സീസറിനെ തീർച്ചയായിട്ടും ലോകത്തിലെ മഹാനാക്കാനുള്ള ആ മനോഹരമായ പ്രവർത്തനം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് തിരിച്ചറിയുന്നതോടുകൂടെ നമുക്ക് ആ തരത്തിൽ നമ്മളിലും ഒരു വലിയ പ്രസംഗകനുണ്ട്, നമുക്കത് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് നെഞ്ചിൽ തട്ടി, മനസ്സിൽ തട്ടി, ഹൃദയത്തിൽ തട്ടി നമുക്ക് ഇന്ന് പ്രതിജ്ഞയെടുക്കാം. ഒരു ഏറ്റവും ശക്തനായ പ്രസംഗകനായി നമ്മൾ മാറും. തീർച്ചയായിട്ടും ലോകത്തിലെ മഹത്തായ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കും. ലോകത്തിലെ മഹത്തായ പ്രസംഗങ്ങൾ കേൾക്കുകയും ആ പ്രസംഗങ്ങളുടെ ആശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതോടൊപ്പം തീർച്ചയായിട്ടും എടുത്ത ലൈബ്രറി കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ നിന്നും വലിയ വലിയ ആശയങ്ങൾ, സ്ഫോടനത്തിന് തുല്യമായിട്ടുള്ള ആശയങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എടുത്തു വെക്കണം. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കവിത, വാലന്തരൻ ചുള്ളിക്കാടിന്റെ ഒരു കവിത എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പൊടിതീർത്തു പായുവാൻ ഭൂമിക്കു പാതകൾ പണിയും വഴി പണിക്കാര, പല പുസ്തകങ്ങളിൽ നിന്നെ കുറിച്ചുള്ള പരമാർത്ഥമേ ഞാൻ തികഞ്ഞു. നഗരങ്ങൾ ചരിത്രങ്ങളൊക്കെയും നീ തന്നെ പണി ചെയ്തതാണെന്നറിഞ്ഞു. വരുവാനിരിക്കും വസന്തകാലത്തിന്റെ അധിപനം നീ എന്നറിഞ്ഞു. വരുവാനിരിക്കുന്ന വസന്തകാലത്തിന്റെ അധിപന്മാരായി മാറാൻ, പ്രസംഗകലയുടെ ഊർജ്ജസ്വലമായിട്ടുള്ള വസന്തകാലത്തിന്റെ അധിപന്മാരായി മാറാൻ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി മനസ്സിൽ തട്ടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് 125 ആഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് കൂടുതൽ വൈലോപ്പിള്ളിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ചോര തുടിക്കും ചെറുകയ്യുകളെ വേറുകവന്നി പന്തങ്ങൾ എന്ന് പറയുന്നത് പോലെ ഈ പന്തങ്ങൾ വിശ്വനാഥനും അതിന്റെ കൂടെയുള്ള ആളുകൾക്കും കൂടുതൽ കാലം ഊർജ്ജസ്വലതയോടുകൂടി ഈ പന്തങ്ങൾ പേറാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, നന്ദി, നമസ്കാരം.